അവന്റെ നാട്ടിൽ പോയി, അവന്റെ തറവാട് വീട്ടിൽ പോയി, അവന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ കേട്ടു പോന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. അവന്റെ നാട്ടിൽ ഇവനക്ക് ഒരു പേരുണ്ട്, തല്ലുകൊള്ളി ബൈജു എന്നാണ് പറയുന്നത്. അവന്റെ നാട്ടിൽ അവനെ അങ്ങനെയാണ് ആളുകൾ വിശേഷിപ്പിച്ചത്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും പല ആളുകളോടും നമ്മൾ ഈ വിഷയം അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ ഒരേ ഒരു മറുപടി, അവനെ പോലെ ഒരുത്തൻ ഞങ്ങളുടെ നാട്ടിൽ ഇല്ല, അങ്ങനെ ഒരാളെ ഇവർക്ക് ആർക്കും പരിചയമല്ല, കാണണ്ട, അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ദ റൈറ്റ് സ്റ്റോറി ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജില് ഞാൻ നമ്മുടെ വി കെ പൈജോണ്ണനെ ഞാൻ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അല്ലെ. വർഗീയത പറഞ്ഞ് പരത്തി വീഡിയോകൾ ചെയ്യുന്ന ഒരു പരനാറി, കേരളത്തിലുള്ള ഒരു പരനാറി. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ കണ്ടു. ആ ഫേസ്ബുക്ക് പേജിന്റെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തി ഈ ഒരു പൈജോണ്ണന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ അമ്മ ഈ പരനാറിയെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആ വ്യക്തിയുടെ ഈ ഒരു പേജിനകത്തൂടെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാം, അതൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ ഒരു പേജിന്റെ ഞാൻ ആ ഒരു ദ റൈറ്റ് സ്റ്റോറി ന്യൂസ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ കണ്ടില്ല, ഫേസ്ബുക്കിലല്ല യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ മാത്രമേ പുള്ളി ആക്റ്റീവ് ആയിട്ടുള്ളെന്ന് തോന്നുന്നു. ആ പുള്ളിക്ക് വേറൊരു ചാനൽ എന്തോ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ ഒരു വ്യക്തിയുടെ വീഡിയോ വേറൊരു ചാനലിൽ കണ്ടിട്ടുണ്ട്. ആ വ്യക്തിയെ ഞാൻ ഇതിനു മുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നല്ല തന്തയ്ക്ക് തന്നെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പല ഐഡിയോളജികളോടും എനിക്ക് തോന്നുന്നു കേരളത്തിലെ പല ആളുകൾക്കും, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആളുകൾക്ക് പോലും യോജിക്കാൻ പറ്റാറില്ല. പല ആളുകളും ഉടുത്തിട്ടുണ്ട് അവനെ, നല്ല തെറി പറഞ്ഞിട്ടുണ്ട് അവനെ. എനിക്കും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എനിക്ക് ആ പുള്ളിയുടെ ഐഡിയോളജികളോട് യോജിക്കാൻ പറ്റാറില്ല. പക്ഷെ ഈ ഒരു വിഷയത്തിൽ മാത്രം വീണ്ടും ഞാൻ പറയുന്നു, പി കെ പൈജു എന്ന് പറയുന്ന ഈ സുന്ദര കില്ലാടിയായിട്ടുള്ള വർഗീയവാദിയായിട്ടുള്ള ഈ ഒരു ചെറ്റയെ പറ്റി ആയതുകൊണ്ട് മാത്രം ഞാൻ ഇദ്ദേഹത്തിനോട് യോജിക്കുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തൊന്ന് റിയാക്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും വീഡിയോ ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങൾക്കാണെങ്കിലും എന്റെ വീഡിയോ എല്ലാം ഒന്നും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. പല ഐഡിയാസ്, എന്റെ ചിന്താഗതികളും നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനും പല ആളുകളെ പറ്റി സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വെച്ചതേ ഉള്ളൂ. ഞാൻ ഇനിയും എടുത്ത് ഇയാളെ അങ്ങോട്ട് ഇയാൾ പറയുന്നത് എല്ലാം ശരിയാണെന്ന് പറഞ്ഞെടുത്ത് പുകഴ്ത്തി വെച്ചിട്ട് ചിലപ്പോൾ പഴയ ഏതെങ്കിലും ഒരു വീഡിയോ, ഞാൻ ഇദ്ദേഹത്തെ മോശമായി പറഞ്ഞിരിക്കുന്ന വീഡിയോയും പൊക്കി എടുത്തോണ്ട് ഇപ്പം ചില ആൾക്കാർ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. നീ അന്ന് ഇയാളെ നല്ലത് പറഞ്ഞില്ല, ഇന്നെന്താ, അല്ല അന്ന് ഇയാളെ മോശം പറഞ്ഞില്ല, ഇന്നെന്താ ഇയാൾ പറഞ്ഞത് ശരിയല്ലേ, ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് നീ വരുന്നല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ചില ആളുകൾ വന്നേക്കാം. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ആദ്യമേ തുടക്കത്തിലെ പറഞ്ഞു വെക്കുന്നത്. ഐഡിയോളജികൾ പുള്ളിയുടെ എനിക്ക് യോജിക്കാൻ പറ്റാറില്ല. ഈ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ യോജിക്കുന്നു. അത് വി കെ പൈജോണ്ണന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ അമ്മയെ കണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് വന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നു. പിന്നെ വി കെ പൈജോണ്ണനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തോരം വലിയ സുന്ദര കില്ലാടിയായിട്ടുള്ള ഒരു മകനാണ് അതെന്നുള്ളത്. അപ്പൊ അതൊക്കെ പോട്ടെ. എന്തായാലും ഇദ്ദേഹം പോയി പൈജോണ്ണന്റെ അമ്മയെ കണ്ടു, അതൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇന്നലെ അവന്റെ വീട്ടിൽ പോയി അവന്റെ കാര്യങ്ങൾ അന്വേഷിച്ച ഒരു വ്യക്തിയാണ്. അവന്റെ നാട്ടിൽ പോയി, അവന്റെ തറവാട് വീട്ടിൽ പോയി, അവന്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ കേട്ടു പോന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും. അവന്റെ നാട്ടിൽ ഇവനക്ക് ഒരു പേരുണ്ട്, തല്ലുകൊള്ളി ബൈജു എന്നാണ് പറയുന്നത്. അവന്റെ നാട്ടിൽ അവനെ അങ്ങനെയാണ് ആളുകൾ വിശേഷിപ്പിച്ചത്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും പല ആളുകളോടും നമ്മൾ ഈ വിഷയം അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞ ഒരേ ഒരു മറുപടി, അവനെ പോലെ ഒരുത്തൻ ഞങ്ങളുടെ നാട്ടിൽ ഇല്ല, അങ്ങനെ ഒരാളെ ഇവർക്ക് ആർക്കും പരിചയമല്ല, കാണണ്ട, അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും നമ്മളെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് കേരളം പൊതുവെ വർഗീയതയ്ക്ക് എതിരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ബഹുഭൂരിപക്ഷം ആളുകളും വർഗീയതയെ എതിർത്തുകൊണ്ട് നടക്കുന്ന ആളുകളാണ്. അപ്പൊ പ്രത്യേകിച്ച് വർഗീയതയെ എതിർക്കുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ കേരളത്തിലുള്ളത്. കാരണം ഇവിടെ ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഈ ഒരു സാധനം വെച്ച ആളുകളെ വേർതിരിച്ച് കാണാൻ തുടങ്ങിയാൽ നമ്മുടെ നാട് ഇല്ലാതെയായി പോകും. നമ്മുടെ നാട്ടിലേ ഉള്ളൂ, അത് കുറച്ച് ഉണ്ട്, ഇല്ല എന്നല്ല, മൊത്തത്തിൽ അത് നമ്മൾ ഇല്ല എന്ന് നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. അവിടെ എവിടെയായിട്ടുണ്ട് ഈ ഒരു സാധനം നോക്കി ജീവിക്കുന്നവര്. അവര് പക്ഷെ ബാക്കിയുള്ള ആളുകളിലേക്ക് ഇത് അടിച്ച് ഏൽപ്പിച്ച് മുന്നോട്ട് കയറി വരണം, ഇല്ലെങ്കിൽ മതത്തിൽ മാത്രം ആളുകൾ ജീവിക്കണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇന്ന് ആരും അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. പിന്നെ പി കെ പൈജോണ്ണൻ കേട്ടല്ലോ, പി കെ പൈജോണ്ണനെ വിളിക്കുന്നത് തല്ലുകൊള്ളി പൈജു എന്നാണ്. അതും പോട്ടെ, ഈ പൈജോണ്ണന്റെ വീഡിയോയിലൊക്കെ വന്നിരുന്ന് പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്.
അതായത് എന്റെ നാട്ടിൽ വന്ന് നിങ്ങൾ അന്വേഷിക്കൂ, എന്ത് നല്ല അഭിപ്രായമാണ് എന്നെ ആളുകളൊക്കെ എന്നെ ഭയങ്കര ദൈവമായിട്ടാണ് കാണുന്നത്, ഭയങ്കര അഭിപ്രായമാണ് ആളുകൾക്ക് എന്നൊക്കെയാണ് ഈ അങ്ങനെ ഏതൊക്കെ വീഡിയോയിൽ ഇരുന്ന് തള്ളുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടാ. പക്ഷെ അതെ ആ വ്യക്തി പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻ എന്നില്ല, എല്ലാരും എന്നെ തന്നൊക്കെ വിളിച്ചോണ്ടിരിക്കുക. കഷ്ടം പൈജുവണ്ണ. മലപ്പുറം ജില്ലയിൽ ഇവരുടെ ഒന്നും വർഗീയത തീരെ വിലപ്പോകില്ല എന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. കാരണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ മതമില്ലാത്തവനോ ആര് തന്നെ ആയാലും എന്താണ്, എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരുപോലെ സ്നേഹത്തോടെ ജീവിച്ചു പോകുന്ന ഒരു നാടാണ് പ്രത്യേകിച്ച് നമ്മളുടെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇവന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോ ഇവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും കരച്ചിൽ വന്നു എന്നാണ് പറയാനുള്ളത്. കാരണം അത്രത്തോളം ഈ അമ്മ പോലും ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ട് എന്നുള്ള രീതിയിലാണ് ആ അമ്മ പറയുന്നത്. സ്വന്തം മകനായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അവനോട് ഞങ്ങളൊക്കെ എത്രയോ പറയുന്നുണ്ട് ഈ ഒരു പരിപാടി നിർത്താന്, പക്ഷെ അവന് നിർത്തുന്നില്ല. ഈ പറയുന്ന ചെറ്റ പൂക്കോട്ടുംപാടത്ത് ഇല്ല, അവിടെ നിന്ന് പോയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഇവൻ ഈ പൂക്കോട്ടുംപാടം എന്ന് പേര് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞ് ഇവൻ നടക്കുന്നത് ഇവന് എവിടെയാണെന്ന് സ്വന്തം അമ്മക്ക് പോലും അറിയില്ല എന്നാണ് എനിക്ക് അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത്. ഞാൻ അമ്മയോട് ചോദിച്ച് എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ് എവിടെയാണ് നിനക്ക് അറിയില്ല മോനെ, എനിക്ക് ഇവിടെ കൂട്ടിനായിട്ട്, അമ്മ തനിച്ചാണ് വീട്ടിലുള്ളത് നിങ്ങൾ ഓർക്കണം, എനിക്ക് ഇവിടെ കൂട്ടിനായിട്ട് എന്റെ എന്താ പറയാ പേരക്കുട്ടികള് വന്നുകാണ്ട് നിൽക്കാറാണ് രാത്രി എന്നാണ്. അല്ല, എങ്ങനെയാണ് അവന്റെ കറക്റ്റ് അഡ്രസ്സ് പറയും? എങ്ങാനും അവൻ കറക്റ്റ് അഡ്രസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അവിടെ കയറി അവനെ പൊങ്കാല ഇടും. അതുകൊണ്ടാണ് അണ്ണൻ കറക്റ്റ് അഡ്രസ്സ് പറയാത്തത്. പിന്നെ അണ്ണ ഈ വലിയ വർത്താനം ഇനി വന്നിരുന്ന അണ്ണന്റെ മറ്റേ ചാനലിനകത്തൂടെ പറയരുത്. അവള് കണ്ടില്ലേ, അച്ചുമൃതിയെ കണ്ടില്ലേ, ആ മറ്റേ എന്തോ ഉഷസിനെ കണ്ടില്ലേ, അവളന്മാര് സ്ത്രീകൾ എന്നെ മറ്റേത് പറയുന്നു മറിച്ചേത് പറയുന്നു. ഇവർക്കൊന്നും ഒരു ഉറപ്പില്ല. സ്ത്രീകളെ ഇവൻ പറയത്തുള്ളൂ, പുരുഷന്മാരെ പറയത്തില്ല. പറയുന്നവനോട് ഇപ്പൊ ഇനി അവനത് പറയുകയാണ്, പുരുഷന്മാരും അവനെ നമ്മളെ കുറെ പേര് അവനെ വെച്ചങ്ങ് ജീവിക്കുന്നു എന്നുള്ള വർത്താനമൊക്കെ പറയുവാണെങ്കിൽ ആടാ ഞങ്ങൾ നിന്നെ വെച്ച് തന്നെ ജീവിക്കുവോ, നിന്റെ തന്തയ്ക്ക് വിളിച്ച് തന്നെ ജീവിക്കുക, നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നീ ചെയ്യുകയാണെങ്കിൽ നീ നിന്റെ കറക്റ്റ് അഡ്രസ്സ് താ, ഇല്ലെങ്കിൽ നീ ഞങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുക, ആരെയാ നിങ്ങൾക്ക് കാണണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും, ഞങ്ങൾ അഡ്രസ്സ് തരാം, നീ വാ, നീ വന്ന് ഞങ്ങളെ എന്നാന്ന് വെച്ചാൽ നീ അങ്ങ് ചെയ്. പിന്നെ നീ വന്ന് ഇറങ്ങി അന്വേഷിക്കുന്നതിന് മുമ്പ് നീ ഇപ്പൊ ഞങ്ങളെ പറ്റിയൊക്കെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊന്ന് ഏതാ വീടെന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് മറ്റേ മുഖത്തൊക്കെ നീ എന്തെങ്കിലും മറ്റേ മാസ്കോ അല്ലെങ്കിൽ മാസ്ക് അല്ല ഹെൽമെറ്റ് വെച്ചോണം നീ. കാരണം ഇവിടെ ഉള്ള ആർക്കെങ്കിലും നിന്നെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ റൂമിന് വെളിയിൽ നീ ഇറങ്ങി നിന്നെ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ മോനെ നിനക്ക് അടി സ്പോട്ടി കിട്ടും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഇത് ദൂരത്തേക്കൊന്നും പോണ്ട, നമ്മളൊന്നും നിരക്കി വരുന്നതിന് മുന്നേ തന്നെ നിനക്ക് കിട്ടും. കാരണം നിന്റെ കയ്യിൽ പത്രത്തോളം ഉണ്ടേ. ഇവന്റെ അമ്മയുടെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ ഞാൻ കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവന്റെ അമ്മയൊക്കെ വളരെ വളരെ മോശമായിട്ട് ആളുകൾ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളത് ചെയ്യരുത് കേട്ടോ. കാരണം ഇവന്റെ അമ്മ കണ്ടല്ലോ, അവര് പറയുന്നതൊക്കെ ഈ വ്യക്തി പറയുന്നത് കേട്ടല്ലോ, അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മ പറയുന്നത് ഇവനോടൊന്നും പറഞ്ഞിട്ട് ഈ നാറ് കേൾക്കുന്നില്ല, ഇവനോട് എന്ത് പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നില്ല. ഇവന് മറ്റേ വർഗീയത ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ ഉത്തേജിക്കാൻ നടക്കുന്നവനാ ഇവൻ. ഇവനോട് എന്ത് പറയാനാ? ആ അമ്മയുടെയൊക്കെ ഗതികേടൊന്ന് ആലോചിച്ച്. സ്വന്തം അമ്മയെ അവന് നോക്കാൻ പറ്റുന്നില്ല. ആരൊക്കെയോ കൊച്ചുമക്കൾ ആരൊക്കെയോ ആണ് അവിടെ നോക്കുന്നത്. ഇവന് ഞാനത് ആലോചിക്കുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് പറയണം, ഇവന് ഭാര്യയൊക്കെ ഉണ്ടോ? അല്ല, എനിക്കൊരു സംശയമുണ്ട്, ഇവന്റെ കൂടെ ഒന്നും ഭാര്യ ഒന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇട്ട ഓടിക്കാണും. ഇവന്റെ കൂടെ എങ്ങനെ നിൽക്കാന്? ഇത്രയും വർഗീയതയും ഇവ മറ്റേ വേറെ ഐറ്റമൊക്കെ ആയിരിക്കും ചിലപ്പോ അവരോടൊക്കെ രാത്രിയിലൊക്കെ ചെയ്യുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല ഇവന്റെ കാര്യമായതുകൊണ്ട്. ഇട്ടിട്ട് ഓടിക്കാണാനേ ചാൻസ് ഉള്ളൂ. ചിലപ്പോ ഇനി വേറെ മക്കളുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ പിള്ളേരൊക്കെ ആയിരിക്കും ചിലപ്പം ഇവരെ നോക്കാനൊക്കെ പോയി നിൽക്കുന്നത്. ഈ അമ്മയുടെ കഷ്ടപ്പാട് നിങ്ങളൊന്ന് ആലോചിച്ച് ഈ ഒരു പരനാറി അത് ആലോചിക്കുമ്പോൾ നമുക്കൊരു രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും. ഈ കുറച്ചും കൂടെ ഉണ്ട്, നിങ്ങളൊന്ന് കേൾക്കൂ. ഈ വ്യക്തി നമ്മളോട് കുറച്ച് കാര്യങ്ങൾ, യൂട്യൂബേഴ്സിനോട് ഈ ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കൂ. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ഇവന്റെ അച്ഛനും അമ്മക്കും നിങ്ങൾ വിളിക്കാതിരിക്കുക. കാരണം ഇവന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് പഞ്ചപാവങ്ങളാണ്. അമ്മയുടെ വാക്കിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലായിട്ടുള്ളത്. അതിന്റെ തെളിവായിട്ടാണ് ഞാൻ അവന്റെ വീട്ടിൽ പോയ ഫോട്ടോയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവന് പൂക്കോട്ടുംപാടല്ല, ഇവൻ 5-ാം മൈലാണ്. 5-ാം മൈൽ പെട്രോൾ പമ്പിനോട് ചാരിയിട്ടുള്ള ഒരു റോഡിന് പോയിട്ടാണ് ഇവന്റെ തറവാട് വീട് കിടക്കുന്നത്. അവിടെ ഇന്നലെ പോയി വന്ന ഒരു വ്യക്തിയാണ് ഞാന്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ദയവ് ചെയ്ത് ഇവന്റെ അഡ്രസ്സ് വെക്കുമ്പോൾ പൂക്കോട്ടുംപാടം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും അഡ്രസ്സ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ആ നാടൊക്കെ അത്യാവശ്യം പേര് കേട്ട നല്ല ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഒത്തൊരുമിച്ച് ജീവിച്ചു പോകുന്ന ഒരു നാടാണ് ഈ പൂക്കോട്ടുംപാടം 5-ാം മൈൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ നാട്ടിലെ ആളുകളെ പോലും നിങ്ങൾ ഈ പൂക്കോട്ടുംപാടം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അധിക്ഷേപിക്കാതിരിക്കുക. അപ്പൊ ഇവൻ ഓൾറെഡി നമ്മളോട് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സും ഫേക്കാ. അതിന്റെ അപ്പുറം കണ്ട് മാറിയിട്ടാണ് ഇവന്റെ വീടുള്ളത്. പക്ഷെ അവിടെയും തറവാടുള്ളത്. പക്ഷെ അവിടെ ഇവരില്ല.
പിന്നെ അവിടുന്ന് ഓടി ഇവൻ വേറെ എവിടെയോ നിന്നിട്ടാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ എവിടെയോ കേട്ടു ഇവൻ എറണാകുളം നോർത്ത് ഭാഗത്ത് എവിടെയാണ് ഇവൻ താമസിക്കുന്നത്. ആരെങ്കിലും ഇവനെ അവിടെ നിന്ന് കാണുവാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മളൊക്കെ ഇടയ്ക്ക് എറണാകുളം വരാറുള്ളതാ. ചേട്ടനെ ഒന്ന് പോയി കണ്ട് ചേട്ടന് ഒരു മട്ടൻ ബിരിയാണി മേടിച്ചു കൊടുക്കാം. ചേട്ടൻ മട്ടൻ ബിരിയാണി കഴിക്കില്ലെങ്കിൽ ചേട്ടൻ നമുക്ക് ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുക്കാം. ഒരു ബിരിയാണിയൊക്കെ മേടിച്ചു കൊടുത്ത് എന്തായാലും ചേട്ടനെ സൽക്കരിക്കണം എന്നെനിക്ക് അതിയായ മോഹമുണ്ട്. പറ്റുമെങ്കിൽ ഇച്ചിരി പായസവും കൊടുക്കാം ചേട്ടന് ബിരിയാണി കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല തൂവെള്ള കളറിൽ നല്ല എന്താണ് തൂവെള്ള കളറുള്ള പാലിൽ നല്ല സേമിയൊക്കെ ഇട്ട് ഒരു ഗ്ലാസ് പാൽപ്പായസം നമുക്ക് ചേട്ടന് കൊടുക്കാം. എന്താ അടിപൊളിയായിരിക്കത്തില്ലേ? ചേട്ടന് കൊടുക്കണം. ചേട്ടന് കിട്ടാത്തതിന്റെ വലിയ എന്തോ പ്രശ്നം ചേട്ടന്റെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് കല്യാണം കൂടെ കഴിച്ചിട്ടില്ല. അതൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? സോറി അറിയാതെ പറഞ്ഞു കേട്ടോ. കല്യാണം കഴിച്ചു കാണൂടെ? കല്യാണം കഴിച്ചു ഭാര്യ ഓടിപ്പോയി എന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് അറിയില്ല, അതിനെപ്പറ്റി നമുക്ക് അറിയാതെ നമ്മൾ സംസാരിക്കുന്നില്ല. എനിക്ക് അറിയത്തില്ല. എന്റെ പൊന്നു ബൈജു ചേട്ടാ, നീ അത് പിടിച്ചോണ്ട് വരേണ്ടതാ. കല്യാണം കഴിക്കോ കല്യാണം കഴിക്കാതിരിക്കോ, ഭാര്യ ഓടിപ്പോവോ ഓടിപ്പോകാതിരിക്കോ, എന്തേലും ആവട്ടെ. അവന്റെ ആ ഒരു കേസിലോട്ട് നമ്മൾ വരുന്നില്ല. അറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞ എന്താണെന്നറിയോ, എവിടേക്കോ കമന്റ്സിൽ ഇങ്ങനെ പല കഥകൾ നമ്മൾ കണ്ടു. ഇവനെ പേഴ്സണലി അറിയാവുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന കുറെ കമന്റ് ഒക്കെ കണ്ടു. അവിടെയൊക്കെ പറയുന്നത് കേട്ടു, എന്റെ ഭാര്യ ഇട്ടിട്ട് പോയി, എന്റെ ഭാര്യ അങ്ങനെ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ട് എന്തൊക്കെയോ ഇങ്ങോട്ടോ നമ്മൾ അറിയാത്ത കാര്യം പറയുന്നില്ല. ഇനിയും എല്ലാ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോ ആൾക്കാരോടുമാണ് എന്നെ ഉൾപ്പെടെ ഇവന്റെ അമ്മയും അപ്പനെയും പറയാതിരിക്കുക. കാരണം കണ്ടല്ലോ, അതുങ്ങള് പാവങ്ങൾ. ഇവനെ പോലെ ഒരുത്തൻ ഉണ്ടായി പോയി. അവരെ ഇപ്പൊ എന്ത് പറയാൻ പറ്റും? അവരുടെ ഗതികേട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവൻ ചവിട്ട് കൊണ്ടേ ചാവത്തുള്ളൂ എന്നും പറഞ്ഞ. അല്ലെങ്കിൽ മിക്കവാറും മിക്കവാറും ഇവനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബോധം ഇവരുള്ള പോലീസുകാരുടെ ഇവനെ കിട്ടിക്കഴിഞ്ഞു എനിക്ക് ചിരിയാ വരുന്നത്. ഇച്ചിരി ബോധം ഇവരൊക്കെയുള്ള പോലീസുകാരുടെ ഇവനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവർ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവനെ ഇറക്കി വിട്ടാൽ കൂടുതൽ പ്രശ്നമാണ്. അപ്പൊ പിന്നെയും വന്നിരുന്ന് ഇവന്റെ കടി അടിച്ചോണ്ടിരിക്കും. ഇല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബാക്കിയും കൂടെ ഒന്ന് കണ്ടേ. എടാ ചെറ്റ ഉളുപ്പുണ്ട് എനിക്ക്. ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? പിന്നെ ഈ നാട്ടിലുണ്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ പറയുകയാണെന്ന് വെച്ചാല് അന്നെ ഞാൻ വെല്ലുവിളിക്കാണ്. പൂക്കോട്ടുംപാടം അങ്ങാടിയിലേക്ക് വാ, ഞാനും വരാം. നമുക്ക് അവിടുന്ന് ഒരു സംവാദം നടത്താം. നേരിട്ട് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ വെച്ചിട്ട് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ? അതിനുള്ള ഗഡ്സ് ഉണ്ട് എനിക്ക്? ഉണ്ടോ? ഈ ജനങ്ങൾക്കെതിരെ പച്ചക്ക് വർഗീയത പറഞ്ഞ് നാട്ടിലെ ജനങ്ങളെ മൊത്തം മതത്തിന്റെ പേരിലും വർഗീയതയുടെ പേരിലും തല്ലിക്കാൻ നടക്കുമ്പോ എനിക്കെതിരെ കേസുകൾ വരും. ആ കേസുകളൊക്കെ ഏറ്റെടുക്കലല്ല ഇവിടുത്തെ പൊതുജനങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നിന്നെ പണം തന്ന് സഹായിക്കലല്ല പൊതുജനങ്ങളുടെ ജോലി. അതാണ് അണ്ണ മറ്റേ ഇറങ്ങും, മറ്റേ കയ്യും മറ്റേ ഇറക്കാനായിട്ട് എല്ലാവരും എന്റെ അക്കൗണ്ടിലേക്ക് കാശിട്ട് സഹായിക്കുക. ഒരുപാട് കേസുകളുണ്ട്, നമുക്ക് നിയമ നടപടികൾ നമുക്ക് എടുക്കണം, നമുക്ക് എല്ലാത്തിനും എതിർത്ത് നമുക്ക് മുന്നോട്ട് വരണം, കേരളം മൊത്തം ഹിന്ദുക്കളാവണം എന്നുള്ളൊരു സാധനം കൊണ്ട് ഈ അണ്ണൻ ഇറങ്ങാറുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എടാ നാറി നിനക്ക് ഇത്തിരിയെങ്കിലും ഉളുപ്പ്. നീ മര്യാദക്ക് വീഡിയോ ഇട്ട് കാശുണ്ടാക്കി, ഇല്ലെങ്കിൽ നിന്നെ ഇഷ്ടപ്പെടുന്ന നീ അതിനകത്തുനിന്ന് തന്നെ നിനക്ക് മനസ്സിലാക്കാം. നീ മറ്റേ ഹൈന്ദവ സഹോദരങ്ങൾ എല്ലാവരും ഒത്തുകൂടി നിന്നെ അങ്ങ് സഹായിക്കുമെന്നും പറഞ്ഞ് നീ ഇറങ്ങിക്കഴിഞ്ഞാൽ വെറുതെ ആടാ കൂട്ടുകാരാ. ഇവിടെ ആൾക്കാർക്കെല്ലാം, ഹിന്ദുക്കൾക്കാണെങ്കിലും ശരി, RSS ഉൾപ്പെടെ എല്ലാവർക്കും ഇച്ചിരി ബോധമുണ്ട്. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തരും വരത്തില്ല. RSS പോലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മൊത്തത്തിലുള്ള ഇവിടെ ഹിന്ദുക്കൾ മാത്രം മതി, അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം തൊരഞ്ഞു പോണം എന്ന് വിചാരിച്ച് മുന്നോട്ട് വരുന്ന RSSകാരുണ്ടോ? ഇന്ന് RSSലുള്ളവർക്ക് പോലും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മൊത്തത്തിൽ ഈ നാട് മൊത്തം ഞങ്ങൾ മതി, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും തൊരഞ്ഞു പോകട്ടെ എന്നും പറഞ്ഞൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ അത് അവന്മാരുടെ വിവരക്കേടെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് എന്റെ ഒരു അഭിപ്രായമാണ്. അവന്മാരുടെ വിവരക്കേടാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇച്ചിരി വിവരമുള്ളൊരുത്തിനും ആ ഒരു വർത്താനം പറഞ്ഞുകൊണ്ട് വരത്തില്ല. ഇവരെ പോലുള്ളവന്മാർ വരും കേട്ടോ. VK പൈജോണിനെ പോലുള്ളവന്മാർ വരും. അത് നല്ല ചവിട്ട് കിട്ടാനിട്ട്, അത് കിട്ടുമ്പോൾ മിക്കവാറും തീരും. പിന്നെ ഈ വ്യക്തി നിന്നെ വിളിക്കുന്നുണ്ടല്ലോ, വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, വാ നിന്റെ നാട്ടിൽ നിന്റെ മറ്റേ എന്താണ് വീടിന്റെ അടുത്തുള്ള കവലയിലേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് നമുക്ക് സംവാദം നടത്താം, നീ വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടാ പൈജു അണ്ണ. നീ എല്ലാവരുടെയും വീഡിയോ കുത്തിയിരുന്ന് കാണുന്നുണ്ടല്ലോ, നീ കാണുന്നുണ്ടെങ്കിൽ നീ ചെല്ല്. നീ ആ വ്യക്തിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ റിയാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പുരുഷനെ, നിനക്ക് മറ്റേ സ്ത്രീകളായിട്ട് ഉണ്ടാക്കാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ, നീ പുരുഷന്മാരെ വിളിക്ക്. എന്നിട്ട് നീ ഇറങ്ങ്, നീ വാ, നമുക്ക് സംവാദിക്കാം. എന്നിട്ട് നിന്റെ നാട്ടുകാര് നിന്നെ കൈവെക്കാതിരിക്കാനും കൂടെ നീ നോക്കിക്കോണം. അതും കൂടെ നീ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. അവര് നിന്നെ അതിനെ അടിക്കാതിരിക്കാൻ നീ ഒന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മളൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിന്റെ നാട്ടുകാർ നിന്നെ തല്ലാതിരിക്കാൻ നീ ഫസ്റ്റ് നോക്കിക്കോ. പിന്നെ അവൻ ഇട്ട ഒരു തമ്പനയിൽ ഉണ്ടായിരുന്നു, ഹിന്ദു സ്ത്രീകള് അവൻക്കെതിരെ വീഡിയോ ചെയ്യുന്നത് മോശമാണെന്ന്. ഹിന്ദു സ്ത്രീകൾ വീഡിയോ ചെയ്യാൻ പാടില്ല. ഈ എന്താ പുന്നാര മോനെ കരുതിയത്? ലോകത്തിലെ സകല ഹിന്ദുക്കളും നിന്നെ പോലെ വർഗീയവാദികളാണ് എന്നുള്ളതാണ് ഈ കരുതിയിട്ടുള്ളത്. ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും
മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് മതമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എനിക്ക് എല്ലാവരും ഒരേപോലെയൊക്കെ തന്നെ, അല്ലാതെ ഞാൻ മാത്രം മതി, എന്റെ ജാതി മാത്രം മതി, ഇവിടെ ആ ഒരു മൂഡ് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇനിയുള്ള കാലഘട്ടം, ഇനി മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല ആളുകളൊക്കെ ഇത് വിടും. ഇവനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കല്ലെറിഞ്ഞ് കൊല്ലും മിക്കവാറും. അല്ലാതെ ഇനിയുള്ള എന്റെ പൊന്നു VK പൈജു ചേട്ടാ ചേട്ടനോടാണ്, ചേട്ടൻ നിർത്തിക്കോ ഇത്, ഇല്ലെങ്കിൽ മിക്കവാറും ആരെങ്കിലും ചെത്തിക്കൊണ്ട് പോകും, ഉറപ്പുള്ള കാര്യമാണ്. ചെത്തിക്കൊണ്ട് പോയി അതെടുത്ത് ചേട്ടനെ വായ വെച്ച് തരും മിണ്ടാതിരിക്കാൻ വേണ്ടി, എന്നിട്ട് പ്ലാസ്റ്റർ ഒട്ടിക്കും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. കാരണം നീ ആൾക്കാരെ വെറുപ്പിക്കുകയല്ല മോനെ, നീ നിന്റെ അച്ഛനെയും അമ്മയും പറയിപ്പിക്കുകയാണ്. അതാണ് നീ ചെയ്യുന്നത്. ആ പാവങ്ങളെ നീ പറയിപ്പിക്കാതിരിക്കുക. എന്നിട്ട് നീ ഇറങ്ങ്. നീ തന്നെ അടുത്തൊരു വീഡിയോ ഇടുമ്പോ ഇനി പറ, അവരെ ഞാൻ നോക്കാറില്ല, തിരിഞ്ഞു നോക്കാറില്ല, എല്ലാരും എന്നെ പറഞ്ഞു. അല്ലെങ്കിൽ നീ നിന്റെ അഡ്രസ്സ് താ, എല്ലാരും നിന്നെ നേരിട്ട് വന്ന് കാണട്ടെ. അത് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും നിർത്തും. നിന്നെ ഒന്ന് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പല റിയാക്ഷൻ ചെയ്യുന്ന പല ആളുകളും നിർത്തും, നീയും നിർത്തും. യൂട്യൂബ് കണ്ടിരുന്നുള്ള നിന്റെ അവരാധ നീ നിർത്തും. പിന്നെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വിധി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതെന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു സുന്ദരനായിട്ടുള്ള ഈ ഒരു ചേട്ടനെ പറ്റിയിട്ടുള്ളത് നിങ്ങൾ ഇനിയും പറ കമന്റ് ബോക്സിൽ. ഞാനൊന്നും ഇനിയും പറയുന്നില്ല, എനിക്ക് മതിയായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറി വിളിക്കാൻ നമുക്ക് തോന്നും, പക്ഷെ അവന്റെ അമ്മയുടെ പറച്ചിലൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ. ഇനിയൊന്നും എനിക്ക് വയ്യ, എന്നെ കൊണ്ട് കഴിയല. നിങ്ങൾ പറ എന്താ ഇനി ഇവനെ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റുന്നവരൊക്കെ വീഡിയോക്ക് ലൈക്ക് തരിക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇവനെ നമ്മൾ എന്ത് ചെയ്യും?